അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 7ാമത്തെ പാഠം ലാ തംശുറാ. ഒറായിട്ട് നടക്കരുത്, നഗ്നന്മാരായിട്ട് നടക്കരുത് കേട്ടോ. ഔറത്ത് കാണിച്ച് നടക്കരുത്, മറക്കേണ്ട സ്ഥലം കാണിച്ച് നടക്കരുത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇസ്ലാമിൻ്റെ നിയമമാണ് കേട്ടോ. ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വസ്ത്രം സമ്മാനിച്ചു. ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ധരിപ്പിച്ചു. ഞാൻ അതെൻ്റെ ഭാര്യയ്ക്ക് നൽകി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തു പുത്രനായ സയ്യിദിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. വലിയ സ്നേഹമാണ് റസൂലുള്ളാഹിക്ക്. സമ്മാനം കിട്ടിയപ്പോൾ ആ സമ്മാനം തൻ്റെ വളർത്തുമോൻ്റെ മകന് കൊടുത്തു, ഉസാമക്ക് കൊടുത്തു. ഉസാമയോ ആ വസ്ത്രം ഭാര്യയ്ക്ക് വസ്ത്രം കുറവായത് കൊണ്ട് ഭാര്യയ്ക്ക് നൽകി. ആ വസ്ത്രം ധരിക്കുന്നത് കാണുന്നില്ലല്ലോ. ഞാൻ അത് ധരിക്കാതെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. കൊടുത്ത വസ്ത്രം ധരിക്കുന്നതായി കാണാഞ്ഞപ്പോൾ ചോദിച്ചു, ഉസാമ മോനെ, എവിടെ ഞാൻ തന്ന വസ്ത്രം? അത് ഭാര്യയ്ക്ക് നൽകി യാ റസൂലല്ലാഹ്. ഞാൻ മറുപടി പറഞ്ഞു. അതൊക്കെ മനസ്സിലായിരിക്കണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആണ് ധരിക്കണ വസ്ത്രം പെണ്ണ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണോ? മനസ്സിലായോ? അല്ലാതെ ഫാൻറ്റും കുപ്പായം നല്ല റസൂലുള്ളാഹി കൊടുത്തിട്ട് അങ്ങനെ മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഉസാമ ധരിക്കാൻ അത്ര നിയമങ്ങളില്ല, പക്ഷേ പെണ്ണാവുമ്പോൾ കുറച്ച് നിയമങ്ങൾ കൂടും. എന്തുകൊണ്ട്? ആണിനേക്കാൾ സുരക്ഷിതത്വം ആവശ്യമുള്ളവരാണ് പെണ്ണ്. അതുകൊണ്ട് തന്നെ നബിയെ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു മറുപടി. അവിടുന്ന് പറഞ്ഞു, അത് മാത്രം ധരിച്ചാൽ ശരീരത്തിൻ്റെ രൂപം നീലിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു അടിയുടുപ്പ് കൂടെ ധരിക്കാൻ അവളോട് കൽപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. മനസ്സിലായോ? ഒരു ഇന്നറും കൂടി ഇടാൻ പറയും. അവൾ പെണ്ണല്ലേ, പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ വണ്ണോ ഒക്കെ നിറമൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി കണ്ടെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പെണ്ണാണ്, സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔറത്ത് മറയാത്ത വസ്ത്രം ധരിക്കുന്ന, ചാഞ്ഞും ചെരിഞ്ഞും പുരുഷന്മാരെ ആകർഷിച്ചും നടക്കുന്ന, ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ തലമുടി കെട്ടുന്ന ഒരു വിഭാഗം സ്ത്രീകൾ എൻ്റെ ഉമ്മത്തിലുണ്ടാകും. പെൺകുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും കാണുന്നുണ്ട് പല ആളുകളും അല്ലാഹ് ഔറത്ത് പരിപൂർണമായി മറക്കുന്നില്ല. ഇസ്ലാം മറക്കണമെന്ന് പറഞ്ഞ സ്ഥലങ്ങൾ മറക്കുന്നില്ല. പിന്നെയോ മറക്കുന്നത് തന്നെ. അങ്ങനെ നടത്തമോ ചാഞ്ഞും ചെരിഞ്ഞും പുരുഷന്മാരെ ആകർഷിച്ചും, പിന്നെയോ മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൂട്ടി കുറച്ചും കൂടി കറുത്ത തുണികളും കൂട്ടിയിട്ട് ബാക്കിൽ ഇങ്ങനെ ഒരു ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ തലമുടി കെട്ടി വെക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ എൻ്റെ ഉമ്മത്തിലുണ്ടാകും. അവരെ ഞാൻ കാണാതിരിക്കട്ടെ. ഇന്ന് വരെ ഞാൻ അവരെ കണ്ടിട്ടില്ല, ഞാൻ കാണാതിരിക്കട്ടെ. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല. ഇന്നാ ലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതിരിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചൊരു വിഭാഗം, അവർക്കുള്ള ശിക്ഷ കഠിനമാണ്. അവർ സ്വർഗത്ത് പ്രവേശിക്കില്ലെന്നല്ല, സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കുകയില്ല. എൻ്റെ ഉമ്മത്തിലെ പെണ്ണാണ്. അള്ളാഹു കാക്കട്ടെ മക്കളെ. അള്ളാഹ് തന്ന ഔറത്ത്
ആ ഭംഗിയുള്ള സ്ഥലങ്ങൾ, നഗ്നത, അത് നാം ഒരിക്കലും അള്ളാഹ് പൊരുത്തപ്പെടാത്തവരെ കാണിക്കരുത്. കാണിച്ചത് കൊണ്ട് നമുക്ക് ഭൗതികമായി ചിലപ്പോൾ അല്പ സന്തോഷങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ വലുത് അതിൻ്റെ പിന്നിൽ ഭാവിയിലോ തുറന്നോ വലിയ പ്രയാസങ്ങൾ ദുന്യാവിൽ തന്നെ വരാം. അതുകൊണ്ട് ശരീരം മറക്കേണ്ട സ്ഥലം മറച്ചില്ലെങ്കിൽ ഭവിഷ്യത്തിൽ 2 ലോകത്തും ലഭിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് അതൊക്കെ പറഞ്ഞത് കേട്ടോ. ഇന്ന് പെണ്ണ് ഔറത്ത് മറക്കാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സ്ത്രീ പീഡനങ്ങൾ അധികരിച്ചത്. പഴയ കാലത്തില്ലാത്ത പല കൊലകളും നടന്നുകൊണ്ടിരിക്കുന്നത്. പർദ്ദയും ഹിജാബൊക്കെ ധരിച്ചൊരു പെണ്ണ് പോയാൽ അവളെക്കുറിച്ച് ഒരു മാന്യൻ മനസ്സിലാക്കും. അവൾ ഞാൻ വളച്ചാൽ കിട്ടാത്ത രൂപത്തിലുള്ള കുട്ടിയായിക്കാരോ, ഓളച്ച് കിട്ടൂല എന്ന് മനസ്സിലാക്കി ഓളെ ബാക്കിൽ പോകൂല. ആ സ്ഥാനത്ത് ബ്ലൗസും പാൻറ്റൊക്കെ കയറ്റി അടിച്ചു കീറിയതൊക്കെ ഇട്ടുങ്ങാണ്ട് ഞാൻ നടക്കുകയാണെങ്കിൽ ആർക്കും തോന്നും അതൊക്കെ വളച്ചാൽ വളയും, നമ്മളെ ബാക്കിൽ കൂടും, നമ്മൾ നിസ്കരിക്കുന്ന കുട്ടിയേക്കാരോ, നോമ്പൂക്കുന്ന കുട്ടിയേക്കാരോ, ഖുർആൻ കുട്ടിയേക്കാരോ. പക്ഷെ നമ്മുടെ ആ വസ്ത്രധാരണ കണ്ടപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ തെറ്റായ ചിന്ത വരും. അപ്പോൾ അവർ പയപ്പിക്കാൻ നോക്കും. ലോലമായ മനസ്സിൻ്റെ ഉടമകളാണ് പെൺമക്കളെ നിങ്ങൾ പെട്ടുപോകും. നിങ്ങളെ ഭാവി നഷ്ടപ്പെടും. നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടാത്തവരായി, നിങ്ങൾ കുടുംബത്തിന് പോലും അകറ്റപ്പെട്ടവരായി വന്നേക്കാം. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നിങ്ങളുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ചു. ഔറത്ത് വെളിവാക്കി നിങ്ങൾ നടക്കരുത്. ഇസ്ലാം മറക്കാൻ പറഞ്ഞ രൂപം വസ്ത്രം ധരിച്ച് നടന്നാൽ അവർക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞു. നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ല. അത്ര തന്നെ. അല്ലാഹ് ഔറത്ത് പുറത്ത് കാണിക്കലും ഔറത്ത് കാണുന്ന രീതിയിൽ വസ്ത്രം ധരിക്കലും കുറ്റകരമാണ്. ഔറത്ത് പുറത്ത് കാണിക്കൽ അതുപോലെ തന്നെ ഔറത്ത് കാണിക്കുന്ന നിലയിൽ വസ്ത്രം ധരിക്കലും കുറ്റകരമാണ്, ഹറാമാണ്. അടുത്തത്, ഔറത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. നിസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കേണ്ട ഭാഗം മറക്കണം. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. തൊലി നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. വസ്ത്രം എന്താ, പർദ്ദയാണോ, ചുരിദാറാണോ, മറ്റേതാണോ, മറിച്ചതാണോ, പെണ്ണിൻ്റെ വസ്ത്രമൊക്കെ ധരിക്കാം. പക്ഷെ എന്താകണം, തൊലിയുടെ നിറം കാണാൻ പറ്റാത്ത വസ്ത്രമായിരിക്കണം. അതുപോലെ തന്നെ അവയവങ്ങളുടെ വലിപ്പം കാണിക്കുന്ന ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഓള ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റ്, എത്ര തടിയുണ്ട്, കൈ എത്ര തടിയുണ്ട്, കാലെത്ര തടിയുണ്ട്, തൊടെത്ര തടിയുണ്ട്, മറ്റുള്ള പേര് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ എത്ര ഉണ്ട് എന്നിങ്ങനെ കാണിക്കണ വസ്ത്രം ധരിക്കരുത്. ഓക്കെ. പിന്നെയോ മസ്അല പറയുന്നു, മറ്റൊരാളുടെ ഔറത്ത് നോക്കൽ ഹറാമാണ്. മറ്റൊരാളെ ഔറത്ത് കാണിച്ചാൽ നോക്കാൻ പാടില്ല. ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റേജിന്മേലോ കയറിങ്ങാണ്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ, അള്ളാഹു പൊറുക്കട്ടെ. അതൊക്കെ നമ്മളിങ്ങനെ കണ്ണും തൂക്കി നോക്കിയെന്നാൽ ഹറാമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. മുത്ത് നബിക്ക് ഇഷ്ടമല്ല, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, അതാണ് ഹറാം. അതെന്താന്നുള്ളത് ഇപ്പം മനസ്സിലാവൂല. നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ നമ്മളിങ്ങനെ ഒരുക്കൂട്ടാണ്. ശേഷം വരുന്നൊരു യാത്രയിലേക്ക് ആവശ്യമായ വസ്തുക്കൾ സംഭരിക്കുകയാണ്. യാത്രയിൽ നമ്മുടെ കൈകളിലൊക്കെ ഒരു സഞ്ചി ഉണ്ട്, ആ സഞ്ചി ഇങ്ങനെ പൊറുക്കിയിടുകയാണ് നമ്മൾ. എപ്പോഴാണോ നമ്മുടെ യാത്ര അവസാനിക്കുന്നത് സൃഷ്ടിച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ. ആ യാത്ര അവസാനിച്ചാൽ ഈ സഞ്ചിയും താങ്ങി പിടിച്ചിട്ടാണ് അടുത്ത യാത്ര. ഖബർ മുതൽക്കുള്ള ബർസഖിയ ലോകം മുതൽക്കുള്ള മഹ്ശറ മുതൽക്കുള്ള സ്വർഗം വരെയുള്ള യാത്ര. അവിടെ ഉപകാരപ്പെടുന്നത് ഇവിടുന്ന് ഇങ്ങനെ പൊറുക്കിയെടുക്കണം. അവിടെ ഉപകാരപ്പെടാത്തത്, അവിടെ ആക്രമിക്കപ്പെടുന്ന വസ്തുക്കൾ നമ്മൾ ആ സഞ്ചിയിൽ വലിച്ചിട്ട് ആ ഖബർ പോയി കിടക്കുമ്പോൾ നമ്മുടെ ഹറാമുകളും തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മളങ്ങോട്ട് ആക്രമിക്കാൻ വരും, കൊത്താൻ വരും, കടിക്കാൻ വരും. അത്രയേ ഉള്ളൂ. അള്ളാഹു ഹറാമാക്കിയ കാര്യം മറ്റൊരുത്തൻ നഗ്നത കാണിച്ചാൽ നോക്കാൻ പാടില്ല. മൊബൈലിലാണെങ്കിൽ നോക്കിക്കൂടാ, അല്ലാണ്ടേ നോക്കിക്കൂടാ. ഓരോ ഉസ്താദേ സ്വന്തം ഔറത്ത് നോക്കാൻ പറ്റുമോ? അതും പറ്റില്ല.
സ്വന്തം ഔറത്ത് നോക്കൽ കറാഹത്തുമാണ്. നമ്മളെ നഗ്നത നമ്മളിങ്ങനെ കണ്ടെത്തും, അതും പാടില്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ട് നോക്കേണ്ടി വന്നാൽ നോക്കാം, പിന്നെ ആവശ്യത്തിന് മാത്രം നോക്കുക, അല്ലാണ്ട് നോക്കൽ കറാഹത്താണ്. മറ്റുള്ളവർ നോക്കൽ എന്തായാലും ഹറാമാണ്. നിങ്ങളിങ്ങനെ ചിരിച്ചു പോയി, ആരാ അപ്പം കാണിച്ചു തരാന്ന്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, കാണിച്ചു തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അള്ളാഹുവേ, ഔറത്ത് മറക്കാത്തൊരു ആണിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ നോക്കാൻ പാടുവോനെ? കണ്ണിയും വേണം. ഔറത്ത് മറക്കാത്തൊരു പെണ്ണിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളോളങ്ങനെ നോക്കാൻ പറ്റുമോ? പറ്റൂല. അല്ലാഹ് നിസ്കാരത്തിലും പുറത്തും പുരുഷന്മാരെ ഔറത്ത്, പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിലിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. നിസ്കരിക്കുകയാണെങ്കിൽ പുരുഷൻ മറക്കേണ്ടത് മുട്ടിൻ്റെയും പൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലം. നിസ്കാരം അല്ലെങ്കിലും അത്ര തന്നെ പുരുഷൻ. എന്തുകൊണ്ടാണ് ഉസ്താദ് അങ്ങനെ? പുരുഷന്മാർ പുറത്തേക്ക് ഇറങ്ങി അധ്വാനിക്കുന്ന ആൾക്കാരല്ലേ, അവരോട് നിങ്ങൾ പറത്തട്ടോളി എന്ന് പറഞ്ഞാൽ അവർ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ അതുമാത്രമല്ല, അവർ പുരുഷൻ്റെ മുട്ടുപൊക്കലിൻ്റെ പുറത്തുള്ള സ്ഥലം കണ്ടതുകൊണ്ട് ഈ ലോകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവൂല എന്ന് വിചാരിക്കുക. ആ സ്ഥാനത്തൊരു പെണ്ണ് മുട്ടുപൊക്കിൻ്റെ ഇടയിൽ മാത്രം മറിച്ച് ബാക്കിയുള്ള ഭാഗം കാണിച്ചു വന്നാൽ ഈ ദുന്യാവിൻ്റെ അവസ്ഥ എന്തേ കാലം? ബുദ്ധിയുള്ളവൻ ചിന്തിച്ചാൽ മനസ്സിലാവും. പുരുഷൻ നിസ്കാരത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ആ മുട്ടുപൊക്കിൻ്റെ ഇടയിൽ മറക്കണം. മുട്ടുപൊക്കിൻ്റെ ഇടയിൽ മറക്കാത്ത ടൗസറൊക്കെ ഇട്ടുകൊണ്ട് പുരുഷന്മാർ നടക്കാൻ പാടില്ല. പന്ത് കളിക്കുകയാണെങ്കിലും ക്രിക്കറ്റ് കളിക്കുക, എന്ത് കളിയും കളിക്കുകയാണെങ്കിലും ഔറത്ത് മറക്കണം. മുട്ടുപൊക്കിൻ്റെ ഇടയിലുള്ള സ്ഥലം മറച്ചിരിക്കണം. ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു ഇരുഗുഹ്യങ്ങളുമാണ് അവൻ്റെ ഔറത്ത്. ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു പുരുഷൻ കുത്തിയിരിക്കുകയാണ്, എന്നാൽ ഓനൊരു മുൻദ്വാരവും പിൻദ്വാരം മറക്കുന്ന ഒരു ജഡ്ഡിട്ട് കാണാൻ എന്ത് ചെയ്താൽ മതി, നിന്നാലും ഓനെ ഹറാമൊന്നും ആവൂല. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് മുൻകൈയും മുഖവുമല്ലാത്ത മുഴുവൻ ശരീരഭാഗങ്ങളുമാണ്. നിസ്കരിക്കുകയാണ് ഒരു പെണ്ണ്. ആ പെണ്ണ് നിസ്കരിക്കുകയാണെങ്കിൽ മുഖം മറക്കേണ്ടതില്ല, മുൻകൈയും മറക്കേണ്ടതില്ല. മുഖവും മുൻകൈയുമല്ലാത്ത മുഴുവൻ ഭാഗങ്ങളും പെണ്ണേ നീ നിസ്കാരത്തിൽ മറക്കണേ. എന്നാലോ അന്യ പുരുഷന്മാരെടുത്ത് അവളുടെ ശരീരം മുഴുവൻ ഔറത്താണ്. അന്യ പുരുഷന്റെ അടുത്തേക്ക് ആ പെണ്ണ് വരുമ്പോ, മരിച്ച വീട്ടിലേക്കാണെങ്കിൽ, കല്യാണത്തിലേക്കാണെങ്കിൽ, ആശുപത്രിയിലേക്കാണെങ്കിൽ, മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ പെണ്ണ് പോകുന്നതെങ്കിൽ അവളുടെ ശരീരം മുഴുവനും ഔറത്താണ്. മഹറമിൻ്റെ അടുത്തും ആരുമില്ലാത്ത സ്ഥലത്തും മുട്ടുപൊക്കിൻ്റെ ഇടയിലാണ് അവളുടെ ഔറത്ത്. കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളില്ലേ പെണ്ണെ, നിന്റെ ഉപ്പൻ്റെ മുമ്പിൽ നീ ശരീരം മുഴുവൻ മറക്കേണ്ടതില്ല, മുട്ടുപൊക്കിൻ്റെ ഇടയിൽ മറച്ചാൽ മതി. നിന്റെ സഹോദരൻ്റെ മുമ്പിൽ അത്ര മറച്ചാൽ മതി. നിന്റെ എളാപ്പ, നിന്റെ മൂത്താപ്പ, നിന്റെ അമ്മാവൻ, നിന്റെ വല്യുപ്പ, അഥവാ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തവർക്ക് മുമ്പിൽ നിനക്ക് മുട്ടുപൊക്കിൻ്റെ ഇടയിൽ മറച്ചാലും മതി. അത്ര തന്നെ മറക്കണം എന്നല്ല പറഞ്ഞേ, അത്ര മറച്ചാലും മതി. എന്നാലോ ഒറ്റക്കാണെങ്കിലോ പെണ്ണേ, നീ ഒറ്റക്കാണെങ്കിലും പെണ്ണേ നിന്റെ ഔറത്ത് മുട്ടുപൊക്കിൻ്റെ ഇടയിലാണ്. പുരുഷന് മുൻദ്വാരവും പിൻദ്വാരവും മറഞ്ഞാൽ മതി, പെണ്ണിനെ പറ്റില്ല. അല്ലാഹ് അത് കഴിഞ്ഞ് വേറെ വിഷയം പറയാണ്. വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം ധരിക്കണം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. ആളുകളെ വെറുപ്പിക്കാൻ പാടില്ല. പഠിച്ചോനെ, ഇവിടെ ഒന്നല്ലോട്ട് വേറെ എവിടെയോ സ്ഥലത്ത് ചില കുട്ടികൾ മദ്രസക്ക് ഒരു പർദ്ദ ഉണ്ടാവും, പെൺകുട്ടിയുടെ. ആൺകുട്ടിയൊക്കെ ഒരു ഷർട്ടും ഉണ്ടാവും മദ്രസക്ക് പോകാൻ. ആദ്യം എന്തെങ്കിലും തിരുമ്പുള്ളൂ, എന്നിട്ട് അത് മദ്രസ വിട്ടവരേറാ, എന്നിട്ട് അത് അവിടെ കിടക്കും. എന്നിട്ട് പിറ്റേന്ന് മദ്രസക്ക് പോകുമ്പോൾ അത് എടുക്കും. ചിലവർ വാപ്പ ഗൾഫൊന്നും നല്ല അത്ര നീലക്കാവുന്ന സ്പ്രേയൊക്കെ ഒന്ന് അടിച്ചു കാണി പോകും. ഇതൊന്നും അല്ല മുസ്ലിമേ നമ്മൾ വേണ്ടത്. വൃത്തി വേണം. അപ്പോഴേ നമ്മൾ പഠിച്ചാൽ പഠിയുള്ളൂ, അപ്പോഴേ നമ്മളെ ബുദ്ധി വികസിക്കുള്ളൂ. നല്ല സുഗന്ധമാണോ ചങ്ങായി എനിക്കുള്ളത്, എൻ്റെ ബുദ്ധി ഇങ്ങനെ കൂടിക്കൂടി വരും. രണ്ട് മലക്കുകൾ നമ്മളെ കൂടെ അല്ലേ, നമ്മളെ വിശ്വാസപ്രകാരത്തിൽ പോലെ പഠിപ്പിക്കാവോ? അതുകൊണ്ട്
ഒന്നരാടോ 2 ദിവസം കുടുംബം തിരുമ്പണം. അതായത് നല്ല വിശാലമായ സ്ഥലത്ത് പരത്തിയിടണം. എടുക്കുമ്പോൾ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കണം, ഉണ്ടോക്കണം. ചിലപ്പോൾ നമ്മളെ വിയർപ്പ് നമുക്ക് വാസനയ്ക്ക് ഉമ്മ ഇതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കി ഈ പർദ്ദ വാസനയ്ക്കുണ്ടോന്ന് ഉമ്മാനൊക്കെ ഉണ്ട്, ആങ്ങളമാരെ കൊണ്ടൊക്കെ സ്മെല്ല് ചെയ്യിപ്പിച്ചു നോക്കുക. സംശയം ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ഉറപ്പിക്കണ്ട. അങ്ങനെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. വെള്ള വസ്ത്രമാണ് പുരുഷന് ഏറ്റവും ഉത്തമം. വെള്ള വസ്ത്രമാണ് പുരുഷന് ഏറ്റവും ഉത്തമം. പെണ്ണിന് വെള്ള കറുപ്പൊന്നും പറഞ്ഞിട്ടില്ല. വെള്ള വസ്ത്രമാണ് പുരുഷന് ഏറ്റവും ഉത്തമം. വസ്ത്രം ഞെരിയാണിക്ക് താഴെ വരുന്ന നിലയിൽ ധരിക്കലും ഷർട്ടിൻ്റെ കഫ് മണിബന്ധത്തെ വിട്ടുകിടക്കുന്ന നിലയിൽ ഇറക്കിയിടലും പുരുഷന് കറാഹത്താണ്. പുരുഷനാണെങ്കിൽ ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന അടിവസ്ത്രം ധരിക്കാൻ പാടില്ല, അരവസ്ത്രം ധരിക്കാൻ പാടില്ല, അരയുടുപ്പ്. അരൻ്റെ കീഴ്പ്പെട്ട് ധരിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ കന്തൂറ കമീസ്, നീളം കുപ്പായം, അതൊക്കെ എന്താണ് ഞെരിയാണിക്ക് താഴേക്ക് ഇറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ഷർട്ടിൻ്റെ കയ്യിൻ്റെ കഫില്ലേ അത് മണിബന്ധത്തെ വിട്ടുകിടക്കാനും പാടില്ല. നിസ്കരിക്കുമ്പോൾ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിനെ പിടിക്കാണ്ട് മണികളില്ലേ മണിബന്ധം, അതിൻ്റെ താഴേക്ക് വരാനും പാടില്ല, അത് കറാഹത്താണ്. എന്നാലോ പുരുഷാഹങ്കാരത്തോടെയാണെങ്കിൽ ഇത് ഹറാമാണ്. ഞെരിയാണിക്ക് താഴെ മണിബന്ധത്തിന് താഴെ വസ്ത്രം ഇറങ്ങിയോ നിൻ്റെ അഹങ്കാരത്തോടു കൂടെയാണ്, ഈ വലിയ ഘമയോടുകൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഹറാമുമാണ്. അപ്പം ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങുന്ന വിധി എന്താണ്? ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അഹങ്കാരത്തോടു കൂടെയാണെങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ കറാഹത്താണ്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുവദനീയമാണ്. സ്ത്രീകളും കുട്ടികൾക്കും ഞെരിയാണിക്ക് താഴെ വസ്ത്രം എന്ത് ചെയ്യാം, ഇറക്കിയിടാവുന്നതാണ്, അത് അനുവദനീയമാണ്. പുരുഷ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. മുത്തുനബിക്കിഷ്ടമില്ലാത്ത ജീവിതം, മുത്തുനബിക്കിഷ്ടമില്ലാത്ത വസ്ത്രധാരണ ഈമാനുള്ളവൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂലിന് വലിയ ഇഷ്ടമാകും. നബിക്ക് ഇഷ്ടമല്ല എന്ന് കേട്ടാൽ എനിക്കും ഇഷ്ടമല്ല, അതാണ് ഈമാന്. എൻ്റെ അമ്മച്ചിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല, ഉമ്മാനെ സ്നേഹം ഉണ്ടായിട്ടാ. എൻ്റെ അപ്പച്ചിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ ഫ്രണ്ടിന് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല. അത് ഇഷ്ടമാണ്. ഇഷ്ടം അൽ ഈമാൻ അൽ മഹബ്ബത്തു അൽ ഈമാൻ ലാ ഈമാൻ ലിമൻ ലാ മഹബ്ബത ലാ. ഇഷ്ടം വെക്കേണ്ടവർ ഇഷ്ടം വെക്കണം. അപ്പം നബി പറഞ്ഞോട്ടെ, എടാ എടി അനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എനിക്ക് നെവർമെൻ്റായി പോയത്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടം വെച്ചോ, എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടോ? നബി പറഞ്ഞിരിക്കണ വേണ്ട, എന്നാ വേണ്ട, അതാണ് കേട്ടോ. പുരുഷന്മാരെ വസ്ത്രം ധരിച്ച് നടക്കല്ല പെൺമക്കളെ വസ്ത്രം ധരിച്ച് നടക്കല്ല ആൺമക്കളെ. പുരുഷന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന വസ്ത്രങ്ങളുണ്ട്, അത് പുരുഷന് മാത്രം ധരിക്കാനുള്ളതാണ്. ആണാണോ പെണ്ണാണോ എന്ന് കണ്ടാൽ തിരിച്ചറിയണം. അല്ല, പർദ്ദട്ടിങ്ങാണ്ട് ഒരു പെണ്ണിന് കയറുന്ന ബസ്സിൽ പുരുഷൻ കയറിയാൽ തൊട്ടപ്പുറത്ത് പെണ്ണ് വന്നിരിക്കും, അവൾ കുറ്റക്കാരിയാകും, അവൾ ചിലപ്പോൾ തെറ്റിലേക്ക് നയിക്കപ്പെടും. അതുപോലെ തന്നെ പുരുഷൻ്റെ വസ്ത്രം ധരിച്ചൊരു പെണ്ണ് വന്നാൽ ചിലപ്പോൾ ആണാന്ന് കരുതിങ്ങാണ്ടൊന്ന് നീങ്ങിയിരിക്കുന്ന ചിലപ്പോൾ കൗത്തത്തൊന്ന് പിടിക്കും, ചിലപ്പോൾ കൈ ഒന്ന് പിടിച്ച് അസ്സലാമു അലൈക്കും പറയും. ആണാണോ പെണ്ണോ എന്നറിയുന്നത് കൊണ്ട് വസ്ത്രം കൊണ്ട് തന്നെ ആണിനെ വേറെ പെണ്ണിനെ വേറെ അറിയണം. നിങ്ങളൊക്കെ സ്കൂളിൽ പോകലില്ലേ? നിങ്ങളെ സ്കൂളിൽ യൂണിഫോം ഇല്ലേ? എല്ലാവർക്കും ഒരേ മാതിരി യൂണിഫോം ആണിനും പെണ്ണിനൊക്കെ ആണോ? ആണോ കുട്ടികളെ? അല്ല. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി, അങ്ങനെ വസ്ത്രമുണ്ട്, ആണിന് വേറെ പെണ്ണിന് വേറെ എന്നുണ്ട്. ആ വസ്ത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ധരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു കാക്കട്ടെ. മരണത്തിന് ശേഷമാണ് ജീവിതം, ഇത് യാത്രകൾ മാത്രമാകുന്നു. അന്യമതസ്ഥരുടെ ആചാരവേഷങ്ങൾ ധരിക്കുന്നതും ചീത്തയാളുകളുടെ വേഷവിധാനങ്ങളെ അനുകരിക്കുന്നതും തെറ്റായ കാര്യമാണ്. അന്യമതസ്ഥർ ധരിക്കുന്ന അവരാചാരങ്ങളുമായി ധരിക്കുന്ന വസ്ത്രം നമ്മൾ ധരിക്കുക. ഈ കാവിത്തുണി അത് ഹൈന്ദവരായ സഹോദരന്മാർ ധരിക്കുന്ന ഒരു വസ്ത്രമാണ്. അത് നമ്മളെന്ത് ചെയ്യണ്ട, ധരിച്ചെടുക്കണ്ട. അതിപ്പോൾ ഓർക്കും ഇഷ്ടം ഉണ്ടാവില്ല. എന്താ അപ്പം മാപ്പിള ഇങ്ങനെ നമ്മളെ കാവിത്തുണി തീർക്കുന്നുണ്ടോ?
അതേമാതിരി അവർ ജീവിക്കുമ്പോൾ വസ്ത്രവിധാനത്തിൽ അവരുടേതായൊരു ഇതുണ്ടാവും. അത് നമ്മളെന്ത് ചെയ്യണ്ട. ഇവിടെ മുസ്ലിമീങ്ങൾ നമ്മൾ ഉസ്താദന്മാർ തലയിൽ കെട്ടുമ്പോൾ തലയിൽ കെട്ടിയെടുക്കലില്ലല്ലോ, തുപ്പിട്ടെടുക്കില്ലല്ലോ. ഓർക്ക് അങ്ങനെ ഹറാമുണ്ടായാലും ചെയ്യലില്ല. ഓരോ മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. അതുപോലെ ചീത്തയാളുകളുടെ വേഷവിധാനങ്ങൾ അനുകരിക്കുന്നതും തെറ്റായ കാര്യമാണ്. നമ്മളൊരാളെ വസ്ത്രധാരണ കാണുമ്പോൾ അയാൾ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസനാണോ നോക്കണം. ആണെങ്കിൽ ആ വസ്ത്രം ഇഷ്ടപ്പെടുക. അള്ളാഹ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ്റെ വസ്ത്രം നീ ധരിച്ചാൽ അത് അവനെ ഇഷ്ടപ്പെടലാണ്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കഥകളിൽ കാണാൻ കഴിയും, ഒരാളെ അള്ളാഹ് ഹലാക്കാക്കിയില്ല. കാരണം എന്തെന്നറിയോ? അയാൾ മൂസ നബി അലൈഹിസ്സലാം ധരിക്കുന്ന വസ്ത്രം ഇഷ്ടപ്പെട്ടു. മൂസ നബിയോട് വെറുപ്പാണെങ്കിലും മൂസ നബി അലൈഹിസ്സലാം ധരിക്കുന്ന വസ്ത്രത്തോട് ഇഷ്ടമായി പോയി. അത് അള്ളാഹ്ക്ക് ഇഷ്ടമായി പോയി. അങ്ങനൊന്നുണ്ട്. എല്ലാ ആൾക്കാരെ വസ്ത്രം ധരിക്കുക. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞെങ്ങാണ്ടത് യൂട്യൂബിലാണ്, എന്തെങ്കിലും പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലവരാണോ ഓരോ വസ്ത്രം അനുഗമിക്കുക, നല്ലോരല്ലേ അവരെ വസ്ത്രം അനുഗമിക്കണ്ട. ഇനി അടുത്ത നജസല്ലാത്ത സൗന്ദര്യവർദ്ധന വസ്തുക്കളും ക്രീമുകളും ഭർത്താക്കന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നജസല്ലാത്ത സൗന്ദര്യവർദ്ധന വസ്തുക്കൾ, ക്രീമുകൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്താ? അത് നോക്കണം, നിങ്ങളോട് നോക്കണം. ഓരോ സാധനം കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് നോക്കണം. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പ്രശ്നമല്ലാതെ ഫോട്ടോ എടുത്താൽ ചോദിച്ചാൽ പറഞ്ഞത് എന്തൊക്കെ ഉണ്ട്. നജസായ വസ്തു ഉണ്ടോ, പന്നിൻ്റെ നെയ്യുണ്ടോ, കൈതിൻ്റെ നെയ്യുണ്ടോ, ശവമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ, ബ്ലഡ് ഉണ്ടോ, മൂത്രമുണ്ടോ, അതൊക്കെ നോക്കണം. അത് നോക്കിയിട്ട് അതിലൊന്നുമില്ല, ഒരു നജസായ വസ്തുവില്ല, എന്നാൽ അത് ഉപയോഗിക്കാൻ വേണ്ട. എനിക്ക് ക്രീമാണെങ്കിലും അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധന വസ്തുവാണ് ഉപയോഗിക്കാം. പക്ഷേ ഇസ്ലാം ഒരു ഉപാധി വെച്ച് അത് ഭർത്താവ് ഉള്ള സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. അല്ലാണ്ട് കല്യാണത്തിന് പോകുമ്പോൾ, സ്കൂൾക്ക് പോകുമ്പോൾ, കോളേജിലേക്ക് പോകുമ്പോൾ, ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, മരിച്ചോടത്തേക്ക് പോകുമ്പോൾ, ടൂറ് പോകുമ്പോൾ തേക്കണ്ട പറഞ്ഞാൽ ഇസ്ലാമിന് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? അതൊക്കെ ഭവിഷ്യത്തിലേക്കേ നയിക്കുള്ളൂ. ഭർത്താവിൻ്റെ മുമ്പിലോ ആ ഭർത്താക്കന്മാരെന്ന പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ചിലപ്പോൾ പല പെണ്ണുങ്ങളെയും നോക്കിയിട്ടില്ലെങ്കിൽ കാണേണ്ടി വരും. അപ്പോൾ ഓന് സ്വന്തം ഭാര്യ ഇങ്ങനെ സുന്ദരിയായി നിൽക്കുമ്പോൾ വേറെ പെണ്ണ് കണ്ട അതൊക്കെ എത്രയോ സൂപ്പർ, എൻ്റെ കുഞ്ഞോള് അറിയോ, ഓനെ മനസ്സ് പറയും. അപ്പം അങ്ങോട്ട് തെറ്റിപ്പോകില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ പെണ്ണ് ഭർത്താവിൻ്റെ മുമ്പിൽ സുന്ദരിയായി എപ്പോഴും നിൽക്കണം. ഓനൊക്കെ ഉസ്താദ് നേരെ ഉണ്ടാക്കണം കുട്ടികളെ, അതിനെ നേരെ ഉണ്ടാക്കണം. നമ്മൾ ഭർത്താവ് നമ്മളെ കാണുമ്പോൾ നമ്മൾ അടിപൊളിയായി ഇങ്ങനെ കുത്തിരിക്കണം. അപ്പോൾ വേറെ ഏത് പെണ്ണ് ഓഫീസിൽ നിന്നോ ബസ്സിൽ നിന്നോ റോട്ടിൽ നിന്നോ കടയിൽ നിന്നോ ഒന്ന് സെലൂട്ട് കൊടുത്താലും മയങ്ങൂല. പെണ്ണെ വന്നു ഇതിനേക്കാളൊക്കെ 100% എൻ്റെ കുഞ്ഞോള് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിമ്മൂ എൻ്റെ പോവി അറിയും. മനസ്സിലായോ? ഇനി പെണ്ണ് ഭർത്താവിനെ സ്വന്തമായി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അങ്ങനെ അല്ലാണ്ട് ഭർത്താവ് വരുമ്പോൾ അപ്പോൾ മാക്സി ചുരിദാറും വേർപ്പ് ആസനിക്കണം, സുബൈക്ക് കുളിച്ചപ്പെട്ട് തന്നെ ഉറങ്ങണത് വരെ അതൊന്നും ഉണ്ടാവില്ല. ഓലൊക്കെ ഭർത്താക്കന്മാരൊക്കെ എന്ത് ചെയ്യും? പിന്നെ ഫോണൊക്കെ എടുത്ത് സംശയം വരും, ഇയാൾക്ക് വേറെ വല്ല ബന്ധമുണ്ടോ തോന്നി. അതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് വേണ്ടി ക്രീം ഉപയോഗിക്കാം, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിക്കാൻ നജസല്ലെങ്കിൽ. പുറത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ആൾക്കാർ അത് കണ്ടുകാണ് എൻ്റെ കൂടെ കൂടിയാൽ ഉത്തരവാദി നീ തന്നെയാണ്. നിൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തി നീ തന്നെയാകുന്നു. എന്നാൽ വുളൂഉം കുളിയും ശരിയാകാത്ത രീതിയിൽ വെള്ളം ചേരാത്ത ക്രീമുകളും മറ്റും ഉപയോഗിക്കാൻ പാടില്ല. വുളൂഇൻ്റെ അവയവങ്ങളിൽ വുളൂ ചെയ്യുമ്പോൾ വെള്ളം ചേരാത്ത വസ്തു, അതുപോലെ കുളിക്കുന്ന സമയത്ത് വെള്ളം ചേരാൻ തടയുന്ന വസ്തുക്കൾ, അത് ക്രീമാണെങ്കിലും സുഗന്ധദ്രവ്യമാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. വുളൂ ശരിയാവില്ല, നിസ്കാരം ശരിയാവില്ല. അതുപോലെ പച്ച കുത്തുന്നതും കണ്ണ് പുരികങ്ങൾ പ്ലക്ക് ചെയ്യുന്നതും
തെറ്റാണ്. പച്ച കുത്തുക അല്ലേ, വല്ല കളിക്കാര് അതേ അങ്ങനെ കുറേ ആൾക്കാരെ കാണാം അല്ലേ, ഓല കയ്യുമ്മലൊക്കെ ഉണ്ടാവും, കരുമ്പലും കയ്യുമ്മലും നെഞ്ഞുമ്മലൊക്കെ ഉണ്ടാവും ഇങ്ങനെ പച്ച കുത്തിക്കണം. അത് ഇസ്ലാം തെറ്റാക്കിയ കാര്യമാണ്. അതുപോലെ പുരുവൊക്കെ വടിച്ച് കളയാം, അതും തന്നെ ഇസ്ലാം എന്ത് ചെയ്തിരിക്കണം, വിലക്കിയിട്ടുണ്ട്. മുസ്ലിമിന് ഒരു പ്രത്യേക രീതിയുണ്ട് ജീവിക്കാൻ. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ പൂർണ്ണ ഹിജാബിലാണ് പോകേണ്ടത്. അന്യപുരുഷന്മാർ ആകർഷിക്കുന്ന സുഗന്ധമോ സൗന്ദര്യവർദ്ധന വസ്തുക്കളോ ഉപയോഗിക്കാൻ പാടില്ല. യാത്ര പോകുമ്പോൾ മഹറമിൻ്റെയോ ഭർത്താവിൻ്റെയോ കൂടെയാണ് പോകേണ്ടത്. ഫിത്ന ഭയക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തു പോകൽ ഹറാമാണ്. പെണ്ണെ, നീ പുറത്തു പോകുമ്പോൾ പരിപൂർണ ഹിജാബിലാണ് പോകേണ്ടത്. പുറത്തേക്ക് പോകുമ്പോൾ പുരുഷന്മാർ ആകർഷിക്കുന്ന സുഗന്ധം പാടില്ല, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. യാത്ര പോകുമ്പോൾ ഒന്നുകിൽ ഭർത്താവ് വേണം, അതല്ലെങ്കിൽ മഹറം വേണം, കാണാനും തൊടാനും പറ്റുന്ന ആള് വേണം. അതില്ലാണ്ട് പോകുമ്പോൾ തെറ്റിലേക്ക് നീ അകപ്പെട്ടേക്കാം. ഈ വേണ്ട, ഈ തെറ്റിയൊന്നും വേണ്ട, നിന്നെ തെറ്റിലേക്ക് എന്ത് ചെയ്യും, നയിക്കും. മറ്റുള്ളവർ ചിലപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ നിന്നെ അപായപ്പെടുത്തും, ഒക്കെ ഉണ്ടായേക്കാം. മനുഷ്യന്മാരെങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂലല്ലോ. നമ്മൾ ദിവസം എത്ര വാർത്തകൾ കേൾക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും നടക്കുന്നത്. സെക്യൂരിറ്റി, വയസ്സനായ സെക്യൂരിറ്റിനെ ഏൽപ്പിച്ചുങ്ങാണ്ട് തള്ളിയും തന്തി ഇപ്പം വരെ അവിടെ നോട്ട് മോള് പറഞ്ഞ് മോന് മുകളിൽ പോയി ഗേറ്റിന് സെക്യൂരിറ്റി ഈ 11 വയസ്സായ കുട്ടിനെ ചൊറിയാൻ പോവുക. തള്ളി നന്ദി എന്താ മനസ്സിലാക്കിയത്, തന്തി അല്ലേ സെക്യൂരിറ്റി അല്ലേ എഴുതിയിട്ട് ഓരോ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഓഫീസിൽ കുട്ടി താഴത്ത് നിർത്തിയതാ. ഇയാൾ മാന്തിച്ചു പറയാൻ പോയേക്കാണ് ആ കുട്ടീനെ. അവിടെ CCTV ക്യാമറ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്ത് കാര്യം ആൾക്കാർ പിടിച്ച് പെരുമാറി. എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടാവുമോ? ആരെ വിശ്വസിക്കാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത്? അതുകൊണ്ടാണ് മക്കളെ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതങ്ങളെ സുരക്ഷിതത്വം. അതിനാണ് ഇസ്ലാം പറഞ്ഞത്. അത്രയൊക്കെ തേച്ച് സ്പ്രേ ഒക്കെ അടിച്ച് പൗഡറൊക്കെ ഇട്ട് മൊഞ്ചത്തികളായിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് കോന്തന്മാരുണ്ടാകുക എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ നിങ്ങളെ കഴുത്ത് നേരിച്ച് കൊന്നുങ്ങാണ്ട് വല്ല പാടത്തും കൊണ്ടുപോയിടും. അപ്പം അതുകൊണ്ടാണ് പുറത്ത് പോകുമ്പോൾ ഒന്നെങ്കിൽ ഭർത്താവ് വേണം, ഭർത്താവില്ലാത്ത ആൾക്കാരാണെങ്കിൽ കാണാനും തൊടാനും പറ്റുന്ന മഹറമായ ആൾ വേണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മുസ്ലിമായി ജീവിച്ചോളി, മുസ്ലിമായി മരിച്ചോളി. നസിലോ തദ്രീബാത്ത, നസിലോ മറ്റൊരാളുടെ ഔറത്ത് നോക്കൽ ബിയാണ് കേട്ടോ, ബി ഹറാമാണ്, ആവശ്യമില്ല. സ്വന്തം ഔറത്ത് നോക്കൽ ഡിയാണ് കേട്ടോ, കറാഹത്താണ്. നിസ്കാരത്തിൽ ഔറത്ത് മറക്കൽ ലേയാണ് കേട്ടോ, അജിബാണ്. സ്ത്രീകളുടെ വസ്ത്രം ധരിക്കൽ സിയാണ് കേട്ടോ, ഹലാലാണ്. സ്ത്രീകൾ പട്ട് വസ്ത്രം ധരിക്കൽ സി ഹലാൽ കേട്ടോ. ഞാൻ ഈ സമയം കുറച്ച് വീഡിയോ കൂടിപ്പോയി, സ്പീഡാക്കിയതാ. നക്തുബുൽ ഹുക്മ, വിധി എഴുതണം. പുരുഷൻ അഹങ്കാരത്തോടെ വസ്ത്രം ഞെരിയാണിക്ക് തായിറക്കൽ ഹറാം. നഖങ്ങൾ ക്യൂട്ടസ് ഇടൽ ഹറാം. എന്തുകൊണ്ട്? വെള്ളം ചേർന്ന് തടയുന്ന വസ്തുവാണ് ക്യൂട്ടസ്, അത് പാടില്ല. അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് വേണ്ടി സ്ത്രീകൾ ക്രീമുകൾ ഉപയോഗിക്കൽ ജായിസ്. നുക്കമ്മിലു, പൂർത്തിയാക്കാൻ. എന്താ പൂർത്തിയാക്കാനുള്ളത്? ഫിത്ന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തു പോകൽ ഹറാമാണ്. ഡാഷ് പുറത്തു പോകൽ ഹറാമാണ്. സ്ത്രീകൾ പുറത്തു പോകരുത്. അവിടെ കുറച്ച് ചങ്ങായിമാർ മോശക്കാരാണ്, അതിൽ പോകണ്ടാറ്, ഞാൻ പോകുന്നത് പോകണ്ട, ഹറാമാണ് പോക്ക്. പൂർണ്ണ ഹിജാബിലാണ്, പൂർണ്ണ ഡാഷിലാണ് സ്ത്രീകൾ പുറത്തു പോകേണ്ടത്, പൂർണ്ണ ഹിജാബിലാണ്. 3, നിസ്കാരത്തിൽ സ്വന്തം ഔറത്ത് നോക്കിയാൽ നിസ്കാരം ഡാഷാകും, ബാത്തുലാകും. നിസ്കരിക്കുമ്പോൾ സ്വന്തം ഔറത്ത് നോക്കി നിസ്കാരം ബാത്തുലാകും. ഇനി കണ്ണുക ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്മാനം. വായിച്ചോക്കല്ലേ. ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എനിക്ക് നൽകി, ഞാനത് എൻ്റെ ഭാര്യയ്ക്ക് നൽകി. ഞാൻ ആ വസ്ത്രം ധരിക്കുന്നത് കാണാഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നീ ആ വസ്ത്രം ധരിക്കാത്തത് എന്താണ്? ഞാൻ പറഞ്ഞു,
അത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് നൽകി യാ റസൂലല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളോട് അതിനടിയിൽ മറ്റൊരു വസ്ത്രം കൂടി ധരിക്കാൻ പറയുക. കാരണം ആ വസ്ത്രം മാത്രം ധരിച്ചാൽ അവളുടെ ശരീരത്തിൻ്റെ രൂപം വെളിപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ വസ്ത്രധാരണത്തിൽ ശരീരത്തിൻ്റെ ആകൃതി പുറത്ത് കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണം ഒരു വ്യക്തിക്ക് മാന്യതയും ഭംഗിയും നൽകുന്ന ഒന്നാണ് നല്ല വസ്ത്രധാരണം. ഇസ്ലാം മതം വസ്ത്രധാരണത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണം ലളിതവും മാന്യവുമായിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ശരീരം ഭംഗിയായി മറക്കണം. പെൺകുട്ടികളും സ്ത്രീകളും മുഖവും കൈപ്പത്തിയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ ഭംഗിയായി മറക്കുന്ന വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. വസ്ത്രം അമിതമായി മുറുകിയതോ വലുപ്പമില്ലാത്തതോ ആകരുത്. ലളിതമായ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. തലമുടിയും കഴുത്തും മറക്കുന്ന തട്ടത്തെയാണ് ഹിജാബ് എന്ന് പറയുന്നത്. തലമുടിയും കഴുത്തും മറക്കുന്ന തട്ടത്തെയാണ് ഹിജാബ് എന്ന് പറയുന്നത്. ഇത് പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വവും ബഹുമാനവും നൽകുന്നു. ചുരുക്കത്തിൽ വസ്ത്രധാരണം എന്നത് അള്ളാഹു തന്നെ തന്ന വലിയൊരു അനുഗ്രഹമാണ്. നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതിനാൽ നമ്മൾ എപ്പോഴും മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം. ഇനിയൊരു ചർച്ചയാണ് ഇസ്ലാമിലെ സ്ത്രീകളുടെ വസ്ത്രധാരണ. കഥാപാത്രങ്ങൾ ഒന്ന് അമീനാണ്, പിന്നെ ഫാത്തിമ, സന, ബിലാൽ. ചർച്ച സംഭാഷണം കേട്ടോ. അമീൻ. കൂട്ടുകാരെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇസ്ലാമിലെ സ്ത്രീകളുടെ വസ്ത്രധാരണ. ലളിതമായി ഇതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഫാത്തിമ, നിനക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഫാത്തിമ: ഇസ്ലാമിലെ സ്ത്രീകളുടെ വസ്ത്രധാരണ എന്നത് വളരെ മാന്യതയും മര്യാദയും നിറഞ്ഞ ഒന്നാണ്. ശരീരം മുഴുവൻ മാന്യമായി മറക്കുന്ന വസ്ത്രങ്ങളാണ് സ്ത്രീകൾ ധരിക്കേണ്ടത്. അത് വ്യക്തിത്വത്തിന് കൂടുതൽ ആദരവ് നൽകുന്നു. സന: അത് ശരിയാണ് ഫാത്തിമ. വസ്ത്രധാരണം എന്നാൽ വെറുമൊരു വസ്ത്രം ധരിക്കൽ മാത്രമല്ല, അതൊരു വ്യക്തിയുടെ എളിമയും അഭിമാനവും കൂടിയാണ്, ആത്മാഭിമാനവും കൂടിയാണ് കാണിക്കുന്നത്. അയഞ്ഞതും സുതാര്യതയില്ലാത്തതുമായ വസ്ത്രങ്ങൾ ധരിക്കാനാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ബിലാൽ: പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രം ബാധകമായ ഒന്നാണോ? ഈ വസ്ത്രം ധരിക്കാനുള്ള സ്ത്രീകൾക്ക് മാത്രമുള്ള ഒന്നാണോ? അമീൻ: നല്ലൊരു ചോദ്യമാണ് ബിലാൽ. സന, ഇതിന് മറുപടി പറയാമോ? ചർച്ച തുടരട്ടോ. സന: തീർച്ചയായും. മര്യാദയുള്ള വസ്ത്രധാരണം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ പ്രത്യേകമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ഇത് അവർക്ക് സമൂഹത്തിൽ സുരക്ഷിതത്വവും ബഹുമാനവും ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ഫാത്തിമ: അതെ, കൂടാതെ എന്തെങ്കിലും പ്രത്യേകം നിർബന്ധിക്കുന്നില്ല. ഓരോ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും കാലാവസ്ഥക്കും അനുസരിച്ച് മാന്യമായ ഏത് വസ്ത്രവും ധരിക്കാം. ഉണ്ടോ? ഇന്നതെന്നില്ല. ഓരോ നാടിൻ്റെ സംസ്കാരം നോക്കി മാന്യമായ വസ്ത്രം ഏതും ധരിക്കാം. ഹിജാബ് അല്ലെങ്കിൽ ശിരോവസ്ത്രം എന്നത് അവരുടെ ഐഡൻറ്റിറ്റിയുടെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. അമീൻ. വളരെ ഭംഗിയായി നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു. ചുരുക്കത്തിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നത് അവരുടെ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒന്നല്ല, മറിച്ച് അവർക്ക് സമൂഹത്തിൽ മാന്യതയും സുരക്ഷിതത്വവും ആദരവും നൽകുന്ന ഒന്നാണ്. എല്ലാവർക്കും നന്ദി. അവിടെ അവസാനിച്ചു. അപ്പോൾ അങ്ങനെയാണ് വസ്ത്രധാരണത്തിനെ പറ്റി പറയാനുള്ളത് കേട്ടോ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പഠിച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും സർവ്വപാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മശക്തി തരണേ അല്ലാഹ്. നല്ലവരായി ജീവിപ്പിക്കണേ അല്ലാഹ്. നല്ലവരായി മരിപ്പിക്കണേ അല്ലാഹ്. നല്ലവരെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ ഉസ്താദുമാർ ബന്ധുമിത്രാദികളുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. റബ്ബേ, നിന്നെയും നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്നവരായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.